അല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. തത്വത്തിന് ഗ്രഹിക്കുക. അത് വരാൻ പോകുന്നുണ്ട്. 24 ഗുരുക്കന്മാരെ വർണ്ണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന തത്വഗ്രാഹിയുള്ളതായ ഒരാളെ സൂചിപ്പിക്കുന്നത് തേനീച്ചയാണ്. അത് വരാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാ ഭൂമിയിലും പോയിരിക്കും. ആ ഭൂമിയെ ഉപദ്രവിക്കില്ല, ആ ഭൂമിയെ നശിപ്പിക്കില്ല. പക്ഷെ അതിലെ സാരമായിരിക്കുന്ന തേൻ അതെടുത്തിട്ട് പോകും. അപ്പോൾ സാരഗ്രാഹി ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സത്സംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സാരഗ്രാഹി ചോദിച്ചാൽ എന്ത് സാരം നമ്മൾ ഗ്രഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യസകലം പരസ്മൈ നാരായണായേതി. അതാണ് ഭാഗവത ധർമ്മമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ധന്യമാക്കാനായിട്ട് ഇരുന്ന് ജപിക്കുകയോ അല്ലെങ്കിൽ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയോ അത് മാത്രം പോരാ. തനിക്ക് ചെയ്യാറുള്ളതായ കർമ്മങ്ങളും ധർമ്മങ്ങളും അതാത് സമയത്ത് ചെയ്ത് തീർത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അത് ഭക്തി ആവില്ല, അല്ലെങ്കിൽ അത് ഭാഗധർമ്മം ആവില്ല എന്നർത്ഥം അവിടെ. അപ്പം അതുകൊണ്ട് ജപങ്ങളും തപങ്ങൾക്ക് വേണ്ടാന്നല്ല, അത് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു കാര്യം പ്രവർത്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നാമം ജപിച്ചുകൊണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടും എല്ലാം ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു വികാരമാണ് ഭയം. ഭയം കൊണ്ടാണ് നമ്മുടെ എല്ലാ ദിവസവും ഭയത്തിൻ്റെ ഒരു ഭാവം നമുക്ക് എപ്പോഴും ഉണ്ട്. അതിനെന്താ ഉദാഹരണം ചോദിച്ചാൽ, കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ എന്നെ ഫോൺ ചെയ്യും അച്ഛനോ അമ്മയോ. എന്നിട്ട് പറയും മോളുടെ പരീക്ഷയാണ്, അവൻ്റെ പരീക്ഷയാണ്, ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. ഈ പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറയുമ്പോൾ അമ്മയുടെ മനസ്സിലെ സങ്കല്പം എന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എൻ്റെ മോള് തോൽക്കാനും സാധ്യതയുണ്ട്, എൻ്റെ മോളും തോൽക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ സങ്കല്പം എന്താണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? അതാണ്. ആ നെഗറ്റീവ് ആദ്യം വരുമ്പോൾ ആ നെഗറ്റിവിറ്റി ചിലപ്പോൾ വർക്കൗട്ട് ആവും. അതുമാത്രം. രണ്ടാമത് താൻ പാതി ദൈവം പാതി. മിക്കവാറും കുട്ടികളെയൊക്കെ മാതാപിതാക്കൾ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരിക്കും? പരീക്ഷ എടുക്കുമ്പോൾ ഒരു 10 രൂപയും കൊടുത്ത് വിടും. എന്നിട്ട് പറയും പ്രാർത്ഥിച്ചോളൂ, കാരണം അകത്തിരിക്കുന്ന ആളാണ് മാർക്കിടുന്നത് എന്നാണ് വിചാരം. ഈശ്വരനെ സ്മരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം തന്നെ വേണ്ടത് വേണ്ടപ്പോൾ ഓർക്കാനാണ്. പഠിച്ച കുട്ടിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ, പഠിക്കാത്ത കുട്ടിക്ക് ഗുരുവായൂരപ്പം മാർക്കിട്ട് കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ അവിടെ പോയി ജപിച്ചോണ്ടോ തൊഴുതോണ്ടോ കാര്യമില്ല. എല്ലാം നന്നായിട്ട് പഠിച്ച് വയ്ക്കുക, എന്നിട്ട് പോയി പ്രാർത്ഥിക്കുക. പഠിച്ചത് പരീക്ഷയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരണം. മിക്കവാറും എല്ലാവർക്കും സംഭവിക്കുന്ന വീഴ്ച എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാമെങ്കിലും സമയത്ത് ഓർമ്മ വരില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാരണം. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് മറവിയാണോ ഓർമ്മയാണോ എന്ന് ചോദിച്ചാൽ മറവിയാണ് കൂടുതലുള്ളത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ആവറേജ് ഒരു 3 തൊട്ട് 4 മണിക്കൂറോളം ഏതെങ്കിലും ഒരു വസ്തു തപ്പാത്ത ആൾക്കാരുണ്ടാവില്ല. എന്തെങ്കിലും വസ്തു, പാത്രമാവാം, വസ്ത്രമാവാം, എന്തെങ്കിലും ഒന്ന് തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളൊക്കെ ഒരു പ്രൊഫഷണൽ തപ്പന്മാരാണ്. കാരണം അതുകൊണ്ടാണ് നിഷ്ഠയോട് കൂടിയുള്ളതായ ഒരു ചര്യ. എടുത്ത വസ്തു അവിടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ ഓരോന്നിനും നമ്മൾ ശ്രദ്ധയോട് ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ സമയവും ലാഭിക്കാം, അതുപോലെ സംഗതി വൃത്തിയാകുകയും ചെയ്യും. ഇതിനെന്താണ് ആ തുടക്കം തന്നെ 91 ലക്ഷം തുടങ്ങുന്നത് തന്നെ ഈ നാരായണീയത്തിൽ ഒരു ദിക്കിലും ഗുരുവായൂരപ്പനെ വിളിക്കാത്തൊരു വിളി വിളിക്കുന്നവിടെ ശ്രീകൃഷ്ണ. ഇതുവരെ ആ വിളി വിളിച്ചിട്ടില്ല പട്ടിരിപ്പാട്. ഗുരുഭവന പുരാധീശ, വായുപുരാധീശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മാത്രം ശ്രീകൃഷ്ണ എന്ന് വിളിച്ചു. ഇവിടെ എല്ലാത്തിനെയും ശ്രീകൃഷ്ണയ്ക്ക് എന്താ അർത്ഥം ചോദിച്ചാൽ ഐശ്വര്യത്തിനെ ആകർഷിച്ച് നമുക്ക് തരുന്ന ആളാണ്. ശ്രീയെ കഷണം ചെയ്ത് നമുക്ക് തരുന്ന ഭഗവാന്റെ പേര് ശ്രീകൃഷ്ണ. അപ്പോൾ ഐശ്വര്യം പരിലിത്തായിട്ട് നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കണോ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ത്വത്പദോപാസനം, അവിടുത്തെ പാദസേവയാണ് അഭയതമം. അപ്പോൾ ആദ്യത്തെ തന്നെ ഭയനിവൃത്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. മിക്കവാറും രോഗം കൂടാതെ കാരണം എന്താ വെച്ചാൽ ഈ രോഗം കൊണ്ട് ഞാൻ മരിച്ചു പോകുന്നത് ഭയമാണ്. ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ രോഗത്തിൻ്റെയും മൂലകാരണം ഭയമാണ്. ഭയപ്പെടുന്ന ആൾക്കാർ വേറെയുണ്ട്, സ്വയം ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയം. ആരാണ് ഇതിന് കാരണം?
ബദ്ധ മിഥ്യ അർത്ഥ ദൃഷ്ടി. ഇല്ലാത്ത വസ്തുവിൽ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുക. അതാണ് മായ എന്ന് പറയുന്നത്. ഇല്ലാത്ത വസ്തുവിൻ്റെ പിന്നാലെ അതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നതായ ജനങ്ങളാണ് അധികമുള്ളത്. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും സ്ഥിരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നുള്ളത് നാളെയില്ല, നാളെ മറ്റന്നാൾ ഉണ്ടാവില്ല, ഒന്നുമില്ല സ്ഥിരമാണ്. അപ്പോൾ ബദ്ധ എന്ന് വെച്ചാൽ ബദ്ധനായി തീരുക, അറ്റാച്ച്മെൻ്റ് വയ്ക്കുക. മിഥ്യ അർത്ഥ വെച്ചാൽ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞ സമ്പാദ്യങ്ങളിൽ അതിൽ ദൃഷ്ടി പാലിച്ചുകൊണ്ട് അറ്റാച്ച്മെൻ്റ് വെച്ചതായ മർത്തസ്യ ആർത്തസ്യ. ആർത്തന്മാരെന്ന് പറഞ്ഞാൽ ദുഃഖിതരെന്നർത്ഥം. ഞാൻ പറഞ്ഞു ഭക്തന്മാർ ഭഗവത്ഗീതയിൽ 4 കൂട്ടരുണ്ട്. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീജ വരദർഷഭ. അപ്പോൾ നമ്മളിതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഭട്ടതിരിപ്പാട് പോലും അതിൽ ആർത്തനാണ്. വാതരോഗത്തിൻ്റെ ആ അസ്വസ്ഥത കൊണ്ട് വന്ന ആർത്തഭക്തനാണ് ഭട്ടതിരിപ്പാട്. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ ആർത്തന്മാരാണ്. അതുകൊണ്ട് ഇല്ലാത്ത വസ്തുവിൽ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കല്പം കൊണ്ട്, അതാണ് 80% ഓഫ് ആങ്സൈറ്റി ഈസ് യൂസ്ലെസ് എന്ന് പറയും. 20% ഓഫ് ആങ്സൈറ്റി മേ ഓർ മേ നോട്ട് ഹാപ്പൻ. പക്ഷെ നമ്മളെപ്പോഴും ഈ 80% കിടന്ന് കളിക്കുകയാണ്. ഒരു പുഴ മുഴുവൻ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കണോ, പുഴയുടെ അപ്പുറത്ത് ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട്, ചെങ്ങലക്ക് ഇട്ടിട്ടുണ്ട്. പുഴയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുക, ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്താ ഭയപ്പെട്ടേ ചോദിച്ചു. പറഞ്ഞു, ആ നദിയിലെ വെള്ളം വറ്റി ആ ചെങ്ങല പൊട്ടിച്ച് പട്ടി ഓടി വന്ന് എന്നെ കടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ്. അങ്ങനെയുണ്ട്. ഇതാണ് 80% ഓഫ് ആങ്സൈറ്റി ഈസ് യൂസ്ലെസ് എന്ന് പറയും. നടക്കില്ല അത്. പക്ഷെ നടക്കുന്നത് വിചാരം കൊണ്ടുള്ളതായ ടെൻഷനാണ് കൂടുതൽ. 20% ആണ് സംഭവിക്കാം, സംഭവിക്കാതിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ജീവിതത്തിലെ എല്ലാ കാര്യം ആലോചിച്ച് നോക്കുകയുള്ളൂ. ഇതല്ലേ ആലോചിച്ചാൽ. അതുകൊണ്ടാണ് ബദ്ധമധ്യാദൃഷ്ടേർ ഭക്തസ്യ അർത്ഥസ്യ മന്യേ വ്യവസരതി ഭയം. ഈ ഭയങ്ങളെ ഇല്ലാതാക്കാൻ എന്താ വഴി? ഒറ്റ വഴിയല്ലോ. കരോമി യദ്യ സകലം പരസ്മൈ. അതെന്നെ അവിടെ പറയാൻ പോണത്. ഏന സർവാത്മനൈവ യത്താവത് ത്വത്പ്രണീതാനിക ഭജനപതീന ആസ്തിതോ മോഹമാർഗീതാവൻ. തൻ്റെ ഭക്തി കൊണ്ട് എല്ലാ പ്രകാരത്തിലും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരാൾക്ക്, ഒരു ഭക്തന് കണ്ണുകെട്ടി ഓടിയാൽ പോലും അവർ ഒരു ദിക്കിലും വീഴില്ല എന്ന് പറയും. ധാവൻ അഭി ആവൃതാക്ഷ. അപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ട് പോകും ഭഗവാൻ. സ്കരദിന ഗോജൻ എന്നിട്ട് പറഞ്ഞു ദേവാഹിരാത്മൻ. അപ്പോൾ ശ്രീകൃഷ്ണ എന്ന് ഇവിടെ വിളിച്ചു, സർവാത്മെന്ന് വിളിച്ചു. അതുപോലെ ദേവദേവൻ. നല്ല ശ്ലോകമാണിത്. അപ്പോൾ ഭയനിവൃത്തിക്ക് ഇതേ വഴിയുള്ളൂ, സമർപ്പണം തന്നെ വഴിയുള്ളൂ, വേറെ വഴിയില്ല എന്ന് പറയുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മണ്ഡലത്തിലായാലും ശരിയാണ്. ഇപ്പം ഞാനിവിടെ 5 ദിവസം ഞാൻ വന്ന് പോകുന്ന സമയത്ത് ഭഗവത് സമർപ്പണമായിട്ട് ഞാൻ ചെയ്തു പോകാമെന്നല്ലാതെ കണ്ട് ഇത് കേട്ടവർക്കൊക്കെ ഇതിൻ്റെ മാറ്റം ഉണ്ടാകുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാമായണത്തിലെ കഥ ആലോചിച്ചാൽ മതി. 4 ലക്ഷം കൊരങ്ങന്മാരാണ് സീതയെ അന്വേഷിച്ചിട്ട് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോയത്. പക്ഷേ ആ മോതിരവും അടയാളവാക്യവും ശ്രീരാമചന്ദ്ര സ്വാമികളെ എത്ര പേർക്ക് കൊടുത്തു? ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. 4 ലക്ഷം പേർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. കാരണം ആരാ കാണാന്ന് സംശയം. അത് ഒരാളെ കാണുള്ളൂ. കാരണം രാമനിൽ മനസ്സർപ്പിച്ച് രാമനാമം ജപിച്ചുകൊണ്ട് പോകുന്ന ഹനുമാൻ മാത്രമേ സീതയെ കാണുള്ളൂ എന്ന് ആർക്കറിയാം? ശ്രീരാമനറിയാം. അപ്പോൾ ഈ 4 ലക്ഷം പേര് ജപിച്ചാൽ ഒരാൾക്കാണ് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഗീതയെ പറഞ്ഞത്. ബഹൂനാം അന്തരം ഒരു ഭാഗത്ത് എത്രയോ ജനങ്ങൾ ഭരിച്ചാലും ഒന്നോ രണ്ടോ, ഞാൻ പറഞ്ഞത്, ഒരു 1000 പേര് സപ്താഹത്തിൽ വന്നാൽ ഒരു 5 പേരാണ് മാറുക. അല്ലാണ്ട് 1000 പേര് മാറില്ല. ഈ ഒരു സമയം ഈ 5 പേർക്ക് വേണ്ടിയിട്ടാണ് സപ്താഹം. ടിബറ്റിൽ ഒരു ബുദ്ധ ആഗ്രഹാരമുണ്ട്. ബുദ്ധൻ്റെ ആശ്രമമുണ്ടെന്ന് വെച്ചോളൂ. അവരുടെ ഒരു ശാഖ ഒരു 200 കിലോമീറ്റർ ദൂരെയുണ്ട്. 200 കിലോമീറ്റർ ദൂരെയുള്ളതായ അവിടെയുള്ളതായ ബുദ്ധ സന്യാസിക്ക് വയസ്സായി. അദ്ദേഹം അവിടുന്ന് ഒരു സന്ദേശം കൊടുത്തു ഹെഡ് ഓഫീസിലേക്ക്. എനിക്ക് പകരം ആൾ വേണം, ഞാൻ ഏതാണ്ട് സമാധി പോകാൻ പോവാണ്. അപ്പോൾ ചോദിച്ചു എത്ര പേര് വേണം? അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു 200 പേരെ പറഞ്ഞിരിക്കാൻ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു തനിക്ക് പകരം 200 പേരെ ആവശ്യം എന്താണത്? അപ്പോൾ പറഞ്ഞു 200 പേരെ അയക്കൂ എന്നിട്ട് നോക്കാമെന്ന്. അത് കേട്ട് 200 പേരെ അയച്ചു. അവർ സഞ്ചരിച്ച് കുറച്ച് വന്നപ്പോൾ
അവിടെ നല്ല കൃഷിയും ഒക്കെ കണ്ടപ്പോൾ ഒരു 50 പേര് അവിടെ കൂടി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ നല്ല നഗരവും അവിടുത്തെ പെൺകുട്ടികൾ നല്ല സുന്ദരികളൊക്കെ കണ്ടു. അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. അടുത്ത് 50 പേര് അവിടെ എത്തി. എത്രയായി? 200 പേര് പെട്ടാട്ടോ. കുറച്ചും കൂടി ചെന്നപ്പോൾ നല്ല മലപ്രദേശവും ഒക്കെ കണ്ടപ്പോൾ ഒരു 75 പേര് അവിടെ തങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ആ ആശ്രമത്തിലെത്തിയത് ഒരാളാണ്. 200 പേരെ അയച്ചിട്ട് എത്ര പേരെത്തി? ഇതാണ് ആത്മീയത. ആയിരക്കണക്കിന് ആൾക്കാർ ശ്രമിച്ചാലും ഒരാൾക്കൊക്കെ പറ്റുള്ളൂ. അതാണ് പറയുന്നത്, മനുഷ്യാണം സഹസ്രേഷു യതതി. ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ പ്രാപിക്കാൻ നോക്കാറുണ്ട്. കശ്ചിൽ യതതി. എന്നെ പ്രാപിക്കാൻ ആയിരക്കണക്കിന് പേര് ശ്രമിക്കും അർജുന, പക്ഷേ എൻ്റെ അടുത്ത് ഒരാളെ വരുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഹനുമാൻ നേരത്തെ കയ്യിലെ മോതിരവും അടയാളവാക്യം കൊടുത്ത ഒരൊറ്റ ഉദാഹരണം മതി. ഈ 4 ലക്ഷം പേരെ. അതുമാത്രമല്ല, അവിടെ ഏറ്റവും വലിയ രസമായ എന്താ വെച്ചാൽ, സീതയെ തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഇവരെ എന്തിനാ പിന്നെ വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞിട്ട് പോയത്? ഈശ്വരൻ ഹൃദയത്തിലാണ് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ എവിടെ തപ്പണത് പോകും? ഉള്ള ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുക. ആരെവിടെ ഇരിക്കേണ്ടത്? അപ്പം ആ ഒരു റിയലൈസേഷൻ വന്നാൽ, തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കുറിച്ചുള്ളതായ ആ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എവിടെ പോകേണ്ട ആവശ്യമില്ല. അയാൾ തന്നെ ക്ഷേത്രമായി വേണം. ആ മഹാത്മാവ് ക്ഷേത്രമായിട്ട് മാറും. അദ്ദേഹത്തിന് ഈശ്വരശക്തി പ്രകടമായിരിക്കുകയും ചെയ്യും. ആ രമണ മഹർഷി ഒന്നും തിരുവണ്ണാമല വിട്ട് പോയിട്ടില്ല, ഒരു കാലത്തും പോയിട്ടില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞാൽ അവിടേക്ക് അത് പൈസ കട്ട് പോകുന്നതാണ് വീട്ടിൽ നിന്ന്. ആ കട്ട് പോകുന്ന പൈസ ട്രെയിനിൽ പൈസ കൊടുക്കും, ബാക്കി പൈസ അവിടെ എന്തോ വൈകാ നദിയുണ്ട്, അതിലേക്ക് ഇടുകയും ചെയ്തു. പിന്നെ ആ തിരുവണ്ണാമല വിട്ട് ഒരു തരത്തിൽ ഒരു ദിക്കും രമണ മഹർഷി പോയിട്ടില്ല. അവിടെ എന്നിട്ട് എല്ലാവരും ഒരു പൂ വിടർന്നു കഴിഞ്ഞാൽ ഈ പൂവ് വണ്ടിനോടോ ശലഭത്തിനോടോ ക്ഷണം കൊടുക്കണം. ഞാൻ വിടർന്നിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് പറയാറുണ്ടോ? പൂ വിടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശലഭങ്ങളും വണ്ടുകളും അവിടേക്ക് എത്തും. മഹാത്മാക്കളുടെ മഹത്വം പ്രകടമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്തേക്ക്, അതുകൊണ്ടല്ലേ ഗുരുവായൂരെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞത് വളരെ പ്രധാനമാണ്. പ്രവൃത്തിയിലെ ആത്മാർത്ഥതയും ശുദ്ധതയും സമർപ്പണവും ഉണ്ടാവണം. അതാണ് പ്രധാനം. ആ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാനല്ല ചെയ്യണത് എന്നാ പറയുക. അതുകൊണ്ട് യഥാവത്വപ്രണീതാനിഹ ഭജനവിധിയിൽ ആസ്ഥിതോ മോഹമാർഗെ. ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഈ മായയിൽ പെട്ട് സഞ്ചരിച്ചാൽ പോലും, കണ്ണുകെട്ട് സഞ്ചരിച്ചാൽ പോലും അവർ വീഴ്ച ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു ഭൂമൻ സർവ്വവ്യാഖ്യാനിക്കുന്ന ഗുരുവായൂർ പറയാണ്, കായേന വാച മുഹുരപി മനസ്സ ത്വദ്ബല പ്രേരിതാത്മാ യജ്ഞത് കുർവേ സമസ്തം തതിക പരതരേ സ്വയി അസൗ അർപ്പയാമി. എല്ലാ പ്രവൃത്തികളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏറ്റവും താണ ജന്മത്തിലുള്ള ആളാണ് ചണ്ടാളെന്ന് പറയുന്നത്. ചണ്ടാളന്മാർ ശുഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പട്ടി തിന്നുന്നവരാണ്. പട്ടി പോലും അവർ ചുട്ടു തിന്നും. ഏറ്റവും താജാതികാരനാണ്. അതാണ് വ്യാധ ഗീതയുണ്ട് ഭാഗവതത്തിൽ, അത് വായിച്ചാൽ അറിയാം. വ്യാധൻ ചെയ്യുന്ന പ്രവൃത്തി ഇറച്ചി കച്ചവടമാണ്. ആ വ്യാധൻ്റെ അടുത്തേക്കാണ് ഈ ശ്രീ സുകുമാർ മഹാത്മാക്കൾ യാജ്ഞവൽക്കനൊക്കെ പോകുന്നത് പഠിക്കാൻ. എന്താ കാരണം വെച്ചാൽ, ഇറച്ചി വെട്ടി വിൽക്കുമ്പോഴും അദ്ദേഹം മാതാപിതാക്കളുടെ പരിരക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതൊരു പാഠമാണ്. വ്യാധഗീത പഠിച്ചോളൂ, ഗീത ഭാഗത്തുള്ളതാണത്. അപ്പോൾ എന്താ പറയുക, ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് മുഴുവൻ ശ്രദ്ധ പോകണം നമുക്ക്. അതുകൊണ്ടാണ് കർമ്മയോഗം വേണം. ഫലത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പകുതി ശ്രദ്ധ ഫലത്തിലേക്ക് പോകും, അല്ലേ? ഈ മുത്തശ്ശിമാർ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ പണ്ട് കാലത്ത് പെട്ടെന്നൊരു കൂട്ടാണ്ടാകും. പെട്ടെന്ന് താള് കൂട്ടാനാവാം, അല്ലെങ്കിൽ ചക്കക്കൂര് മാങ്ങയാവാം. പക്ഷെ ആ കൂട്ടാൻ നല്ല സ്വാദാണ്. ഇവിടെ ചില ആൾക്കാർ 2-3 മണിക്കൂർ പ്രയത്നിച്ചുണ്ടാക്കുന്ന കൂട്ടാൻ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. വലിയ സദ്യയാണ് ഉണ്ടാക്കുന്നത്. മറ്റെന്താണ്, ആ വരുന്ന ആൾക്ക് സന്തോഷമാവണം എന്ന് വിചാരിച്ചുണ്ടാക്കുന്നതാണ് അവിടെ. അത് പെട്ടെന്ന് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. അമ്മയുടെ കാര്യത്തൊക്കെ നല്ലോണം അറിയാതൊക്കെ.
പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊടുത്ത് കുറച്ച് താറ് കുറച്ച് ചക്കക്കുരു ഒഴുപ്പപ്പെടാ നല്ല ടേസ്റ്റാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന ആൾക്ക് സന്തോഷം ആവണമെന്ന് വിചാരിക്കുക കൊടുക്കുക. അപ്പം അങ്ങനെയുള്ളതായ ആ ഒരു മനസ്സ് പ്രവൃത്തിയിൽ വരുമ്പോൾ ആ പ്രവൃത്തി ആരാധനയായിട്ട് മാറും. അതാണ് യദ്യസ്കുവേ സമസ്തം പതികവരതരെ തൊയ് അസൗ അർപ്പയാമി ജാത്യാ അഭി ഇഹ സ്വഭാഗ തൊയ് നീതമന കർമ്മവാ ഇന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ. ആ മഹാത്മാവ് ലോകത്തിനെ ശുദ്ധീകരിക്കും. അതല്ലാതിരുന്നാൽ അത് ചെയ്യാതെ ബ്രാഹ്മണൻ ചണ്ടാളിന് തുല്യമാണ്. എന്താ ഈ ബ്രാഹ്മണനെ